മനുജർക്കൊന്നേ ഈ ലോകം. ഈ ലോകത്തിൽ ഒരു സൂര്യൻ, ജീവൻ പകരം ഒരു വായു, ഒരു കുലം, ഒരു മതം, ഒരു ദൈവം, മനുജർക്കൊന്നേ ഈ ലോകം. 2024 ജൂലൈ 30 കേരളം കണ്ട ഒരു വലിയൊരു ദുരന്തമായിരുന്നു ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. 2 ഗ്രാമങ്ങളെ മുഴുവൻ ഒഴിപ്പിച്ചു കളയുന്ന വിധത്തിൽ അതിശക്തമായ ഒരു ഉരുൾപൊട്ടലായി അത് മാറുകയും ചെയ്തു. ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം പിടിച്ചു. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ. സാർ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. ഞാൻ ചൂരൽമലയിലായിരുന്നു. അന്ന് ഉരുള് പൊട്ടണ അന്ന് രാത്രിയിൽ ഞാനും ഹസ്ബൻഡും അനിയൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഉരുള് പൊട്ടി വന്ന ടൈമിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. പിന്നെ രണ്ടാമത് വാതിൽ തുറന്ന് നോക്കുമ്പോഴാണ് വെള്ളം വരുന്നത് കണ്ടത്. ഞങ്ങൾ എല്ലാവരും ടെറസിൻ്റെ മുകളിലേക്ക് കയറി നിന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ച് പേര് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നിരുന്നു. അവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അടുത്തുള്ള കുറച്ച് കുന്നിൻ്റെ മുകളിലേക്ക് ഉള്ളൊരു വീടുണ്ട്, ആ വീട്ടിലേക്ക് എല്ലാവരും കൂടെ കയറിപ്പോയത്. അവിടെ കയറിപ്പോയപ്പോൾ അന്ന് അവിടെ കുറേ താഴെ നിന്നുള്ള കുറേ പേര് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിൽക്കുന്ന ടൈമിൽ തന്നെ ആ വീട് പിന്നെയും പെട്ടെന്ന് കുലുങ്ങുന്ന പോലെ ഒരിത് വന്ന്. അപ്പോൾ ഞങ്ങൾ വേഗം അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് കുന്നുണ്ട്, കുറച്ച് മുകളിലേക്ക് അങ്ങോട്ടേക്ക് എല്ലാവരും കയറി ഓടി രാത്രി. അങ്ങനെ കയറി ഞങ്ങളവിടെ നിന്ന ടൈമിൽ ഞങ്ങൾ ഇരുന്ന വീട് വരെ രണ്ടാമത് വന്ന ഉരുളിൽ പോയി. ഞാൻ ചൂരൽമലയിൽ ഉണ്ടായിരുന്ന ആളാണ്. ചൂരൽമല സ്കൂൾ റോഡിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പെട്ടെന്നായിരുന്നു ഇതുപോലൊരു ദുരന്തം വന്നത്. ഏകദേശം ഒരു 1/4 മണിക്കൂർ 1.25 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ടാവും. അതിലാണ് രണ്ടാമത്തെ പൊട്ടൽ. അത് അതിഭീകരമായിരുന്നു. അതിൻ്റെ ഒച്ചയും അതിൻ്റെ ആ ഒരു അപ്പത്തെ ആ ഒരു മാനസികാവസ്ഥ ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 7:30 നേരം പുലരുന്നേ ഇല്ല. ഭയങ്കര മഴ. വിളിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പാടുപെട്ടു. നേരം പുലരാനേ ഒരുപാട് സമയമെടുത്തു. 7:30 ആയപ്പോഴാണ് ഞങ്ങളെ ബാക്കിയുള്ളവറ്റങ്ങളെ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കടന്നിട്ട് കല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് തൂങ്ങി നിന്ന് രക്ഷപ്പെട്ടത്. ഡ്രൈനേജിൽ കുടുങ്ങിയിട്ട് അങ്ങനത്തെ 2 മക്കൾ ഞങ്ങളെ കയ്യിൽ കൊണ്ടുത്തന്നത്. ബാക്കി ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് 30 ആൾ മരിച്ചു. എൻ്റെ ആങ്ങളുടെ മോള്, അവരെ മോന്, അവളെ ഹസ്ബൻഡ്, എല്ലാവരും അങ്ങനെ. പിന്നീട് അറിയുന്നത് ഞങ്ങളൊക്കെ അവിടെ അവര് ഞങ്ങളെ വിട്ടുപോയി എന്നുള്ളത്. പ്രകൃതി ഞങ്ങളോടൊരു ക്രൂരത ചെയ്തു. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പതറിയുന്നൊരു സമയമാണ്. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, എൻ്റെ സമൂഹത്തെ എങ്ങനെ രക്ഷിക്കണം, അല്ലെങ്കിൽ അവർക്ക് കൈത്താങ്ങാകാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞാൻ ചിന്തിച്ച സമയമുണ്ട്. ആ സമയത്താണ് ഞാൻ അമ്മയെക്കുറിച്ച് ഓർക്കുന്നത്.
2 തവണ അമ്മയെ കാണാൻ പോയി. എന്നെ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമായിരുന്നു. ഇവിടെയുള്ള ഓരോ കാര്യവും, ആ ക്ഷേത്രത്തിന് മുമ്പിലുള്ള ആളുകളെ സംരക്ഷിച്ച ആൽമരത്തെക്കുറിച്ച് പോലും അമ്മ എന്നോട് ചോദിച്ചു. അപ്പം അമ്മ വാക്ക് പറഞ്ഞു, മോനെ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്നൊരു വാക്ക് അമ്മ തന്നിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു പിന്നെ അമ്മ ലക്ഷ്യമിട്ടത്. വയനാട് ജില്ലയിലുണ്ടായിരുന്ന മഠത്തിൻ്റെ പ്രതിനിധികളെ അമ്മ അയക്കുകയും ആൾക്കാരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടത് എന്ത് മഠത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാൻ കഴിയുമോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയും ചെയ്തു. അമൃത ഹോസ്പിറ്റലിൻ്റെ ഡോക്ടേഴ്സ് ടീമും അവർ വന്ന് അതിൽ ഇൻവോൾവ് ആവുകയും ചെയ്തു. മാനസികമായിട്ടും വിഷമം ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ കാര്യം പറയും, ഇന്നും രാവിലെ എണീച്ചിട്ട് കണ്ണീര് കരയാത്ത ഒരു ദിവസമില്ല. അമ്മ പറയുകയുണ്ടായി, നമ്മളവിടെ പോയി നേരിട്ട് അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് മഠത്തിന് അമ്മയുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് നമ്മളൊരു റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. വയനാട് മേപ്പാടി മാതാ അമൃതാനന്ദമയി മഠത്തിലെ അമ്മയുടെ മക്കൾ ആ ഘട്ടത്തിൽ നടത്തിയ സേവനം പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതായിരുന്നു. ഡോക്ടർ ഭവാനി മാം നമ്മൾ വന്നിട്ട് ഈ ചൂരൽമലയിലും നമ്മൾ സന്ദർശിച്ചു. അതോടൊപ്പം തന്നെ മഠത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പല സംഘടനകളിലെ മുതിർന്ന ആൾക്കാരുമായിട്ട് ഒരു മീറ്റിംഗ് ആണ് ഫസ്റ്റ് നമ്മൾ വെച്ചത്. അമൃത സർവകലാശാലയ്ക്ക് കീഴിലുള്ള സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ ചൂരൽമല സന്ദർശിക്കുകയും ദുരന്തബാധിതരുടെ ഇടയിൽ സർവേ നടത്തുകയും ചെയ്തു. ഓരോ വീടുകളിലും നമ്മൾ വിചാരിച്ച സമയത്തെക്കാട്ടിലും കൂടുതൽ ചിലപ്പോൾ അവർ ഒത്തിരി ഇമോഷണൽ ആവും. കരഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും, ആദ്യമായിട്ടാണ് ഞങ്ങളെടുത്ത് ഒരു ഇത്രയും നമ്മളെ കേൾക്കാൻ മനസ്സ് കാണിച്ച് നമ്മുടെ ഒപ്പം ഇരുന്നത്. അതിന് തന്നെ അവർ നന്ദി പറയാറുണ്ട്. കാര്യം അവർക്കൊരു അതിലൂടെ ഒരു റിലാക്സേഷൻ. Generally, when we talk about women, we have to understand that women are the keepers of all the vulnerable populations. എൻ്റെ ഉമ്മക്ക് എൻ്റെ ചെറുപ്പത്തിൽ മരിച്ചു. എൻ്റെ 16ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു, വാപ്പി മരിച്ചു. എൻ്റെ 3 കൂടപ്പിറപ്പുകളെ നോക്കി, അവരെ നോക്കി, അവരൊരു കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കുടുംബജീവിതമായി, എനിക്ക് 2 മക്കളുണ്ടായി. എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇട്ടിട്ട് 30 വർഷം കഴിഞ്ഞ് ഞാൻ ഇന്നും ആരാൻ്റെ വീട്ടു ജോലി എടുത്തിട്ട് പോയായിരുന്നു. ഏത് പ്രകൃതി ദുരന്തം സംഭവിച്ചാലും അല്ലെങ്കിലും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us to focus on women. ഇനി എന്ത് ചെയ്യണമെന്ന്, എങ്ങനെയാ ഇനി മുമ്പോട്ട് പോകാന്ന് വരെ അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും. അമൃതാനന്ദമയി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളും വീട്ടിൽ വന്നിരുന്നു. അവരിങ്ങനെ പറഞ്ഞു, നമ്മൾ ജീവിക്കണം, മുന്നോട്ട് പോകണം, ഇങ്ങനെ എന്നാൽ നമുക്ക് പറ്റൂല. അത് ഇങ്ങനെ ഇരിക്കുന്തോറും നമ്മൾ ഡിപ്രഷൻ വന്ന് മരിച്ചു പോകുമെന്നല്ലാതെ ഇതൊരിക്കലും ഒരു ശാശ്വത ജീവിതമല്ല. നമ്മൾ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം പറഞ്ഞു. നമ്മൾ ഈ സർവേ സമയത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട്. ഇപ്പൊ പല ആൾക്കാരും അതിനകത്ത് ചിലർക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവർക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവും, അവർക്ക് കംഫർട്ട് ലെവൽസ് ഉണ്ടാവും. ഓൾറെഡി ഒരു വലിയ ഡിസാസ്റ്റർ അനുഭവിച്ച ആൾക്കാരാണ്. കാര്യം ഈ ചിലർക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വരണം. അപ്പൊ അതിന് എന്ത് വേണോ, എന്ത് കിട്ടിയാൽ അതിൽ മുന്നോട്ട് വരാൻ തയ്യാറാണെന്ന് പറഞ്ഞവരുണ്ട്. ഈ ദുരന്തത്തിൽപ്പെട്ട് ജോലിയും നഷ്ടപ്പെട്ട് വരുമാനമില്ലാതെ നിൽക്കുന്ന ഇവരെ സംബന്ധിച്ച് ഒരു ജോലി എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലായി. ചില ആൾക്കാർ അതിൽ ടൈലറിംഗ് സ്കിൽ പഠിക്കണം എന്ന് പറഞ്ഞു, ചിലർ കമ്പ്യൂട്ടർ പഠിക്കണം എന്ന് പറഞ്ഞു, ചിലർ ടാലി പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പല രീതിയിലും താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചു. Many people didn't have skills, proper vocational skills. അപ്പോൾ ഈ ഒരു സർവേയിലൂടെ അവർ നിർദ്ദേശിച്ച പ്രകാരമുള്ള കോഴ്സുകളെ ആസ്പദമാക്കി നമ്മൾ അമൃത സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ്സ് ആൻഡ് ഡിസാസ്റ്റർ റെസിലിയൻസ് എന്ന ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യും അമ്മയ്ക്ക് സമർപ്പിക്കുകയും ഉണ്ടായി. അമ്മ തന്നെ പറഞ്ഞു, എത്രയും വേഗം നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ. കാര്യം നമുക്ക് എത്രയ്ക്കും വേഗത്തിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്ത് അവർ അതിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തു വരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിസംബറിൽ തന്നെ ഈ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. We started tailoring cum embroidery as well as computer courses. അത് 2 സ്ഥലത്തിൽ നമ്മൾ ചെയ്തു. ഒന്നും നമ്മുടെ മേപ്പാടി ആശ്രമത്തിൽ, 2 ചൂരൽമല അവിടുത്തെ ഒരു സ്ഥലത്തിലാണ് തുടങ്ങിയത്. എൻ്റെ നാട്, എൻ്റെ കൂട്ടുകാർ, എൻ്റെ അയൽവാസികൾ എല്ലാവരും, എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാവരും അതിൽ പോയി. അതിലൊരുപാട് മാനസികമായിട്ടുള്ള വിഷമങ്ങളും എല്ലാം ഇത് കൊണ്ടിരിക്കുന്ന സമയത്താണ് അമൃതാനന്ദമയി ആശ്രമത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കോഴ്സ് ഇവിടെ തുടങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞത്. അതിൽ പിന്നീട് നമ്മൾ വന്ന് ജോയിൻ ചെയ്തു.
അമൃത വിശ്വവിദ്യാപീഠത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അമ്മച്ചി ലാബ്സും സെന്റർ ഫോർ വുമൺ എംപവർമെന്റ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റിയും ചേർന്നൊരുക്കിയ നൈപുണ്യ വികസന പരിശീലനമാണ് പദ്ധതിയുടെ ഭാഗമായി ആദ്യം നൽകിയത്. ജീവിക്കാൻ ഒരു മാർഗമില്ലാത്തൊരു സമയത്താണ് ഇങ്ങനെ അമൃതാനന്ദമയിൻ്റെ മടുത്ത് നിന്ന് ഒരു കോഴ്സിനെ പറ്റി ഞങ്ങൾ അറിയുന്നത്. അവർ ഞങ്ങളോട് ചോദിച്ചു, ഇങ്ങനെ തയ്യലോ എന്നൊക്കെ കമ്പ്യൂട്ടർ. ഞാൻ പറഞ്ഞു, ഞാനൊന്നുമില്ല, എനിക്കൊക്കെ 19 വയസ്സ് കഴിഞ്ഞൊക്കെ ഞാൻ എന്തോ സൂചി ഓർക്കാൻ വരെ കണ്ണ് കാണില്ല, അങ്ങനത്തെ എന്നെയൊക്കെയാണ് നിങ്ങൾ തയ്യലിന് വിളിക്കണം. ഞാൻ ഇല്ല മാഡം, എനിക്കതൊന്നും ശരിയാവില്ല, എന്നാലും നിങ്ങൾ ടെൻഷനായിരിക്കല്, വരി നമുക്കൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ച് അവർ കണ്ണാട തന്നു, സൂചി കോർക്കാനായി. അമൃതാനന്ദമായി മഠത്തുനിന്ന് നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരണം, എന്തായാലും വന്നിരിക്കണം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നിവിടെ രജിസ്റ്റർ ചെയ്ത് പോയി. പിറ്റത്തെ ആഴ്ച തന്നെ ഞങ്ങൾ ക്ലാസ് തുടങ്ങി. ചൂരൽമല മദ്രസ കേന്ദ്രീകരിച്ചും മേപ്പാടി മാതാ അമൃതാനന്ദമയി മഠം കേന്ദ്രീകരിച്ചുമാണ് പരിശീലനം നൽകിയത്. ചവിട്ടുന്നത് മുതൽ സൂചി കോർക്കുന്നത് വരെ അവിടുന്ന് അങ്ങോട്ട് എല്ലാം ഞങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചു തന്നു. അവർ തുടക്കത്തിൽ കുറച്ചു നേരം ക്ലാസ് അറ്റൻഡ് ചെയ്താലും ചിലപ്പോൾ ഇടയ്ക്ക് അവർ മറ്റു കാര്യങ്ങൾ, അവരുടെ മരിച്ചുപോയവരെ കുറിച്ചും നഷ്ടപ്പെട്ടതിനെ കുറിച്ചും എല്ലാം ഓർത്തിട്ട് അവർ വിഷമിക്കും. കൊച്ചി അമൃത ആശുപത്രിയുടെ കീഴിലുള്ള ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗും ഇതോടൊപ്പം നൽകിയിരുന്നു. മാനസികമായിട്ട് ഞങ്ങൾ വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. ആ മോട്ടിവേഷന്റെ ക്ലാസ് കഴിഞ്ഞ മുതൽ നമുക്ക് ഒരുപാട് മെച്ചം വന്നു. ഞങ്ങൾക്കൊരു കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ തന്നിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് വളരെ ഉപയോഗപ്പെട്ടു. കാരണം നമുക്ക് ജീവിക്കണം, ഞങ്ങൾ തമ്മിൽ പരസ്പരം ഞങ്ങൾ പറയാൻ തുടങ്ങി, ഇങ്ങനെ ഇരുന്നാൽ പോരാ, നമുക്ക് ജീവിക്കണം, ഇത് നമുക്ക് പഠിച്ചിട്ടൊരു കൈത്തൊഴിലാക്കണം. വലിയൊരു ദുരന്തമേൽപ്പിച്ച മാനസിക അഘാതത്തിലായിരുന്നു സ്ത്രീകളെല്ലാം. അത് കുറയ്ക്കുക എന്നതായിരുന്നു ഇതിലൂടെയെല്ലാം ലക്ഷ്യമിട്ടത്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ കുറേ ഫ്രണ്ട്സിന് ഞങ്ങൾക്ക് കിട്ടി. പരസ്പരം ഞങ്ങളുടെ സന്തോഷവും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെക്കാനും അതുപോലെ ഇങ്ങനെ പഠിക്കാനൊരു നല്ലൊരു സാഹചര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരുക്കി തന്നത്. ഈ ദുരന്തത്തിൽപ്പെട്ട് പലരും ജില്ലയുടെ പല ഭാഗങ്ങളിലേക്ക് മാറി താമസിക്കുന്നവരായിരുന്നു. അവിടെ നിന്ന് ഈ കോഴ്സിലേക്ക് എത്തിപ്പെടുക എന്നത് അവർക്ക് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. ചിലർക്ക് ദിവസേന 100 രൂപ വരെ വണ്ടിക്കൂലി ആവുന്ന സാഹചര്യമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വന്ന ശേഷം എല്ലാ മാസം 1000 രൂപ വെച്ചിട്ട് സ്റ്റൈഫൻഡ് തന്നിട്ടുണ്ടായിരുന്നു. അമ്മ നമ്മളടുത്ത് നിർദ്ദേശിച്ചു, ഈ കോഴ്സ് ഓരോ മാസവും പഠിക്കുന്നതിനനുസരിച്ച് എല്ലാവർക്കും 1000 രൂപ വീതം സ്റ്റൈഫൻഡ് നൽകാൻ നിർദ്ദേശിച്ചു. വെറുമൊരു തൊഴിൽ പരിശീലന പദ്ധതി മാത്രമായിരുന്നില്ല അമ്മ ഇവർക്ക് നൽകിയത്. മറിച്ച് സാമ്പത്തിക സംരംഭകത്വ പരിശീലനവും ആരോഗ്യം, ലിംഗസമത്വം, സാമൂഹികവും സമകാലീനവുമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കാനും ലൈഫ് എൻറിച്ച്മെന്റ് എഡ്യൂക്കേഷൻ പാഠ്യപദ്ധതിയിലൂടെ എല്ലാവർക്കും നൽകി. ഈ കഴിഞ്ഞ ജനുവരിയിൽ നമ്മുടെ അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ വെച്ചിട്ട് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ജെൻഡർ ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു കോൺഫറൻസ്. ആ ഒരു കോൺഫറൻസിലേക്ക് ആവശ്യമായ ID കാർഡിൻ്റെ ലാനിയാർഡ് ടാഗുകളെല്ലാം നമ്മൾ ഇവരെ കൊണ്ട് ചെയ്യിച്ചാലോ എന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. വളരെ നന്നായിട്ട്, ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ ആ സാമ്പിളുകൾ നമുക്ക് തയ്ച്ചു തരികയുണ്ടായി. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ കോൺഫറൻസിലേക്ക് വേണ്ട ഏകദേശം 800ഓളം ID കാർഡ് ലാനിയാർഡുകൾ നമ്മൾ ഇവരെ കൊണ്ട് തയ്പ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു നല്ലൊരു വരുമാനം അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്, ഒരു മാസത്തിന് 1000 രൂപ വെച്ച് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതിൻ്റെ പുറമെ ഞങ്ങൾക്ക് 750 രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വരൂപിക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു സംഭവമായിരുന്നു, വലിയൊരു സന്തോഷമായിരുന്നു. ഇങ്ങനൊരു കോഴ്സ് തന്ന അമ്മയ്ക്കും അതുപോലെ തന്നെ അമ്മയുടെ സഹപ്രവർത്തകർക്കും തന്നെ ആദ്യം തന്നെ നന്ദി പറയുന്നു. ടാലി, അതുപോലെ MS ഓഫീസ്, മലയാളം ടൈപ്പിംഗ് ഒക്കെ ഞങ്ങൾക്ക് ഇവിടുന്ന് പഠിക്കാനായിട്ട് കഴിഞ്ഞു. We have trained over 100+ women in these 3 courses. 2024 ഡിസംബർ 13 ആരംഭിച്ച പരിശീലനം 6 മാസം പിന്നിട്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ
പഠിച്ച കഴിവുകളെ ഉപജീവനമാർഗമാക്കി മാറ്റുന്നതിന് ആവശ്യമായ അറിവും ആത്മവിശ്വാസവും നേടിയവരായി മാറി ഓരോ സ്ത്രീകളും. ഇത് പഠിച്ചത് മൂലം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു ജോലി ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ ജീവിക്കാനും നല്ലൊരു മാർഗമാണ് അത്. അപ്പം ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ആണ് ഇവിടുന്ന് കിട്ടാനിടയായത്. നമ്മളെ ഡിപ്രഷൻ വെച്ച് മുരടിച്ച ഈ മനസ്സിനെ ഇത്രയും കൊണ്ടുതന്നത്, ഇത്രയും ഒരു അതിജീവിതത്തിലേക്ക് എത്തിച്ചത് അമ്മയാണ്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരിക്കലും ഞങ്ങൾ ആരും മറക്കൂല. തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് 2025 ജൂൺ 11 വയനാട് മേപ്പാടിയിലുള്ള MSA ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കൽപ്പറ്റ MLA ടി സിദ്ദിഖ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ചേർത്ത് നിർത്തി സ്നേഹം വർഷിച്ച് സമൂഹത്തെ വലിയ രീതിയിൽ നയിക്കാൻ നേതൃത്വം കൊടുക്കുന്ന അമ്മയുടെ സാന്നിധ്യവും പ്രവർത്തനവും നമ്മുടെ മുണ്ടകൈ ചുവൽമല മേഖലയിലേക്ക് വന്നു എന്നുള്ളത് ഒരു ചെറിയ തലത്തിലുള്ള പ്രവർത്തനം. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള അമ്മയുടെ മറ്റൊരു പ്രധാന പദ്ധതി കൂടി ഫലപ്രാപ്തിയിലെത്തിയ നിമിഷമായിരുന്നു അത്. ഒരു നാടിനെയും അവിടുത്തെ നല്ലവരായ നാട്ടുകാരെയും ചേർത്തുപിടിച്ച് ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകാൻ അമ്മ ഒരുക്കിയ കർമ്മപദ്ധതി വലിയ ആത്മവിശ്വാസവും ധൈര്യവുമാണ് ചൂരൽമലയിലെ വീട്ടമ്മമാർക്ക് നൽകിയത്. One thing is, after a disaster, ഇങ്ങനത്തെ ഒരു പരിപാടി will give them an alternative focus. ഇപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വിഷമിച്ചിട്ട് ഡിപ്രഷനിലേക്ക് പോകാതെ they were able to hold on something that was aspirational. ആ ആസ്പിറേഷൻ വെച്ചിട്ട് അവർക്ക് they were able to come out of that deep sadness that they were experiencing and look forward towards a brighter future. ഇത്രയും ആളുകൾക്ക് ഒരു ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാവുന്ന അല്ലെങ്കിൽ കൈത്താങ്ങാവുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അമ്മയുടെ ഭാഗത്തു നിന്നും മഠത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ചൂരൽമലക്കാരൻ എന്നുള്ള നിലയിൽ അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു വലിയൊരു സംഘടനയുടെ, അവിടെ ദുരന്തബാധിതരുടെ ഒരു സംഘടനയുടെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് പരമാവധി അമ്മയുടെ ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് കണ്ണ് നിറഞ്ഞുകൊണ്ട് ഹൃദയം നിറച്ചുകൊണ്ട് ഞാൻ എൻ്റെ നന്ദി അമ്മയ്ക്ക് അറിയിക്കുകയാണ്. വന്ന് അമ്മേൻ്റെ അനുഗ്രഹം ഞങ്ങളൊക്കെ 5 വക്തിൽ എപ്പോഴും പ്രാർത്ഥിക്കണം. എന്താണെന്നറിയോ, ആ അമ്മയ്ക്കും അവിടുത്തെ എല്ലാ ജോലിക്കാർക്കും എല്ലാവർക്കും ദീർഘ ആയുസ്സും ആരോഗ്യം. അവരെ ഞങ്ങൾക്ക് ഇന്ന് ഇത്ര ഞങ്ങളെ 100 ചില്ലറ പേരെ ഈ നിലയിൽ എത്തിച്ചതിന് ഞങ്ങൾക്ക് ഓരോ വ്യക്തിക്കും അമ്മയോട് മരിക്കണ വരെ ഞങ്ങൾക്ക് ഇങ്ങനെ തൊഴിൽ കാണിച്ചതിന് ഞങ്ങളെ പ്രാർത്ഥന അങ്ങോട്ടേക്ക് എന്നും ഉണ്ടാകും. ഉരുളിൽ ഉള്ളുകുട്ടിയ വയനാടിന് കരുതലായി അമ്മയുടെ കാരുണ്യം നിറഞ്ഞ ഗവേഷണ സേവന പദ്ധതികൾ ഒരു നദിയായി ഒഴുകുകയാണ്. അങ്ങനെ അനസ്യൂതം.